ഹായ് ഗൈസ്, ഇന്നലെ നമ്മൾ AFC Under-20 ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിൽ ഇറാനെതിരെ ഒരു 1-0 തോൽവി നേരിട്ടിരുന്നു. സോ ആ ഒരു മത്സരത്തിന് ശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത സമയത്ത് ഇൻസ്റ്റയിൽ പലരും ചോദിച്ചിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിന് ലൈവ് ഇല്ലായിരുന്നു, പിന്നെ ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഖേൽനോവിൻ്റെ ഭാഗത്തു നിന്ന്, പിന്നെ ഹൈലൈറ്റ്സ് നമുക്ക് ലഭ്യമായിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റാക്കിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഗ്രൂപ്പുകളിലെ കൂടി റിസൾട്ടുകൾ ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2006 ശേഷം ഇതുവരെ ഈ ഒരു Under-20 കാറ്റഗറിയിൽ ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടിയിട്ടില്ല. ഇനി എന്തിന് മറ്റ് ഗ്രൂപ്പുകൾ കൂടി പരിഗണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ തോറ്റതോടുകൂടി നമ്മൾ സെക്കൻഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇറാൻ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. അപ്പം 10 ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ 10 ഗ്രൂപ്പുകളിൽ നിന്ന് 10 ഗ്രൂപ്പ് ചാമ്പ്യൻസ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് യോഗ്യത നേടും. പിന്നീട് 5 സെക്കൻഡ് പ്ലേസിലെത്തുന്ന ടീമിനാണ് സാധ്യതയുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ഈ 5 സെക്കൻഡ് പ്ലേസ് എത്തുന്ന ആ ഒരു സ്പോട്ടിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിനി വിജയം മാത്രം പോരാ, ഗോൾ ഡിഫറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പം മംഗോളിയക്കെതിരെ നമ്മളൊരു 4-1 ഒരു വിജയം സ്വന്തമാക്കിയിരുന്നു. അത് നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു +3 എന്ന് പറയുന്നൊരു GD കിട്ടിയിരുന്നു. ഇപ്പോൾ ഇറാനെതിരെ നമ്മൾ 1-0 ലോസ് ആയതുകൊണ്ട് അത് +2 ആകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ടൂർണമെൻറ്റ്, അതായത് ഈ ക്വാളിഫയേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ 3 മാച്ചസും എങ്ങനെ റിസൾട്ട് വന്നാലായിരിക്കും നമുക്കൊരു ആനുകൂല്യം ഉണ്ടാവുക. അതിൽ മംഗോളിയക്കെതിരെയും ലാവോസിനെതിരെയും നമ്മൾ നല്ല രീതിയിൽ ഗോൾ അടിച്ച് തന്നെ ജയിക്കുക. അതുപോലെ ഇറാനെതിരെ ഒരു ഡ്രോ പിടിക്കാൻ നോക്കുക. തോറ്റ് കഴിഞ്ഞാലും ഒരു 1-0 ആ ഒരു ലെവൽ, അല്ലെങ്കിൽ 2-0 ലെവലൊക്കെ മാക്സിമം തോക്കുക. അതിൽ കൂടുതൽ തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് GDയിലൊക്കെ അത് ബാധിക്കും എന്നുള്ളത്. സോ ഫാർ നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് മംഗോളിയക്കെതിരെ ആദ്യം ഒരു 4-1 വിജയിക്കാൻ സാധിച്ചു. ശേഷം ഇപ്പോൾ ഇറാനെതിരെ ആണെങ്കിൽ നമ്മൾ ഒരു 1-0 മാത്രമുള്ള തോൽവിയാണ്. ഇപ്പം ആ തോൽവിയെ പറ്റി പറയുമ്പോൾ നമ്മൾ 87ാമത്തെ മിനിറ്റിൽ മാത്രമാണ് ഒരു ഗോൾ വഴങ്ങിയത്. നമ്മൾ ആ ഒരു മത്സരം ഡ്രോ ആക്കിയിരുന്നെങ്കിൽ ഇറാനെതിരെ അടുത്ത ലാവോസ് മാച്ചിൽ നമുക്ക് ജസ്റ്റ് ഒരു വിൻ മാത്രം മതിയായിരുന്നു നമ്മളൊരു ചരിത്ര നേട്ടത്തിലേക്ക് എത്താൻ എന്നുള്ളത്. അപ്പോൾ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മാക്സിമം ഒരു 3-4 ഗോൾ ലാവോസിനെതിരെ അടിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം GD ഒക്കെ എങ്ങനെ വന്നാലാണ് സാധ്യത എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കും. ഇപ്പം +2 ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പം നമുക്ക് 2022 ഉള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ സെക്കൻഡ് ബെസ്റ്റ് പ്ലേസിലെത്തിയിട്ടുള്ള ടീമുകളുടെ ഒരു കാര്യത്തിൽ അന്ന് 3 ടീമുകൾക്ക് +3 എന്ന നിലയ്ക്ക് GD വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്നിട്ടും 2 ടീമുകൾ ക്വാളിഫൈഡ് ആകുകയും +3 ഉള്ള തായ്ലൻഡ് ക്വാളിഫൈ ആകാണ്ട് പോവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു +3 കിട്ടിയാലും അത്ര സേഫ് അല്ല എന്നുള്ളതാണ് സമീപകാലത്തെ നമ്പേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ജസ്റ്റ് കഷ്ടിച്ച് ലാവോസിനെതിരെ ജയിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. കഴിഞ്ഞ കണക്കുകളാണ്, ഇത്തവണത്തെ കണക്കുകൾ എങ്ങനെ വേണമെങ്കിലും മാറി മറിയാം. സോ ഇത്തവണത്തെ ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് പ്ലേസിലെ ഒരു പോയിൻറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പം സെക്കൻഡ് ബെസ്റ്റ് പ്ലേസിൽ 5ാം സ്ഥാനത്തില്ല, ആദ്യ 5-ൽ എന്നുള്ളതാണ്. പക്ഷേ ഇതിലിപ്പം അവസാനത്തെ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്, അതായത് ബെസ്റ്റ് 5 ആയിട്ടുള്ള അവസാനത്തെ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഓസ്ട്രേലിയ, ഖത്തർ, യമൻ, ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയക്ക് +3 ഖത്തറിനും യമനും +5 ആണുള്ളത്. അപ്പം എങ്കിൽ കൂടി ഇവരിനി നേരിടേണ്ടത് ആ ഗ്രൂപ്പിലെ ഏറ്റവും ബെസ്റ്റ് ടീമിനെതിരെയാണ്. അപ്പം ചിലപ്പം എന്ത് വേണേലും കാര്യങ്ങൾ മാറി മറിയാം എന്നുള്ളൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സോ എന്താണെങ്കിലും നമുക്കിപ്പം നാളത്തെ മത്സരത്തിൽ ലാവോസിനെതിരെ ഒരു 4-5 ഗോൾ മാക്സിമം അടിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം വെക്കേണ്ടത്. ആ ഒരു മാച്ച് കഴിഞ്ഞാലും നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. കാരണം മറ്റെല്ലാ ഗ്രൂപ്പുകളിലെയും മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലാവോസിനെതിരെ ആണ് ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം മംഗോളിയേക്കാൾ വീക്ക് സൈഡ് അവരായിരിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് ലാവോസ് ആദ്യ മത്സരത്തിൽ ഇറാനെതിരെ 8-0 തോറ്റിരുന്നു. എന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെ മംഗോളിയയെ 6-0 പരാജയപ്പെടുത്തി. സോ അവർക്കും ഇനി സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു സെക്കൻഡ് പ്ലേസിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അവരൊരിക്കലും സിറ്റ് ബാക്ക് ചെയ്ത്, അതായത് ഡിഫെൻസീവായിട്ട് കളിക്കില്ല. അവർക്കും ഗോൾ അടിച്ചൊക്കെ കഴിഞ്ഞാലുള്ള സാധ്യതകളുണ്ട്. അപ്പം മാക്സിമം നമ്മൾ അവർക്കെതിരെ ആദ്യം തന്നെ ഗോൾ അടിക്കുക. അപ്പോൾ അവർ കൂടുതൽ അറ്റാക്കിംഗ് ആയിട്ട് കളിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ ഓപ്പർച്യൂണിറ്റി മുതലാക്കി നമ്മൾ കൂടുതൽ ഗോളുകൾ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ സാധ്യതയാണ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നാളെയാണ് ആ ഒരു മത്സരം. നാളെ ആ ഒരു മത്സരം കഴിഞ്ഞാലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊരു വ്യക്തത കിട്ടില്ല. ചിലപ്പം ഞാൻ മറ്റ് ടീമുകളുടെയൊക്കെ മത്സരങ്ങളുടെ രാത്രിയൊക്കെ ആവും തീരാൻ. കാരണം ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലും മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പം അതിനുശേഷമേ നമുക്ക് ഇതിലൊരു വ്യക്തത കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പം
നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യുക. മിക്കവാറും ഇന്ത്യ ലാവോസ് മാച്ച് ലൈവ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ 2 മാച്ചും ഇല്ലായിരുന്നു. കാരണം ലാവോസിൽ വെച്ച് നടക്കുന്ന മത്സരമാണ്. അപ്പോൾ ലാവോസിൻ്റെ മത്സരമായതുകൊണ്ട് അതിനുള്ള ഒരു ലൈവിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ അവർ ഷെഡ്യൂൾ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അവരുടെ ലാവോസിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മറ്റൊരു കാര്യം സനിയ.